കുലസൈ ദസറ ഇന്ത്യയിൽ നടക്കുന്ന ദസറ ആഘോഷങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായത്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂരിനടുത്തുള്ള കടലോര ഗ്രാമമാണ് കുലശേഖരപട്ടണം എന്ന കുലസൈ. കുലസൈയിലെ 300 വർഷത്തോളം പഴക്കമുള്ള മുത്താരാമൻ കോവിലിലെ നവരാത്രി ആരംഭം മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് കുലസൈ ദസറ. തിന്മയ്ക്ക് മുകളിൽ നന്മയുടെ വിജയം ആഘോഷിക്കാനായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ദസറ ആഘോഷങ്ങൾക്കായി ഇവിടെ എത്തിച്ചേരാറ്. ഗുരുവായൂരിൽ ചെന്നൈ എക്സ്പ്രസിലായിരുന്നു നമ്മൾ പോയത്. നാഗർകോവിലൊക്കെ കഴിയുന്നതോടുകൂടി പുറത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലെ കാറ്റാടിപ്പാടവും മലകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. തിരുനെൽവേലി ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് പോകേണ്ട അടുത്ത സ്റ്റോപ്പായിട്ടുള്ള തിരുച്ചെണ്ടൂർക്ക് ഇവിടെ നിന്ന് തന്നെ ട്രെയിൻ ലഭിക്കും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കേണ്ട ഒരു കാഴ്ചയാണ് പുഴയുടെ നടുക്ക് ഈ ഒരു അമ്പലം. പുഴയിൽ വെള്ളം പൊങ്ങി കഴിയുന്ന സമയത്ത് ഈ ഒരു അമ്പലത്തിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ട് ചെറിയ ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായി. അങ്ങനെ തിരുച്ചെണ്ടൂർ ഇറങ്ങി കഴിഞ്ഞാൽ നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുലശേഖരപട്ടണത്തിലേക്ക് ബസ് കയറി. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തി കുലശേഖരപട്ടണം. ഇവിടെ എത്തുന്നതോടുകൂടിയിട്ട് വൈബൊക്കെ അങ്ങ് മാറും. ഭയങ്കര ഒരു എനർജിയാണ്. ഓരോ വേഷങ്ങളിലും രൂപങ്ങളിലൊക്കെ ആയിട്ട് നിരവധി ഭക്തരെ നമുക്ക് വഴിയിലൊക്കെ കാണാൻ സാധിക്കും. മഹിഷാസുരനെ വധിക്കാൻ വേണ്ടി ദേവി ജഗദംബിക എന്നൊരു ബാലികയുടെ രൂപത്തിൽ ജനിച്ച് 10 ദിവസത്തിന് ശേഷം അന്നൈ പരാശക്തിയായി മാറി അസുര നിഗ്രഹം നടത്തിയതിന്റെ വിജയാഘോഷമായിട്ടാണ് കുലസൈ ദസറ ആഘോഷിക്കുന്നത്.